ഹലോ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളിലെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോസ്റ്റിൻ്റെ എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കാൻ ലാസ്റ്റ് സാറ്റർഡേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് PSC അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് വിത്ത് വെയിറ്റേജ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ വലിയൊരു ആശങ്കയായിരുന്നു, കഴിഞ്ഞ തവണ നടത്തിയ ലെക്ചർ ഇൻ പോളിടെക്നിക് പോസ്റ്റിൻ്റെ അതേ സിലബസ് തന്നെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള കുറേ ആശങ്കകളുണ്ടായിരുന്നു. കാരണം അതിൻ്റെ അകത്തൊരു 30 മാർക്സോളം അതർ സ്ട്രീംസിലെ ബേസിക് സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം സിലബസ് പബ്ലിഷ് ചെയ്ത സമയത്ത് അതർ സ്ട്രീംസിലെ ബേസിക് സബ്ജക്ട്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ബേസിക് മെക്കാനിക്കൽ, ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് സിവിൽ, ബേസിക് മാത്സ്. അപ്പോൾ ഇതൊരു നല്ലൊരു അവസരമാണ്. കാരണം അതർ സ്ട്രീംസിൽ നിന്ന് നമ്മൾ 30 മാർക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, ആ ടോപ്പിക്സ് എല്ലാം ബ്രഷപ്പ് ചെയ്തെടുക്കണം, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പോൾ നമുക്ക് കോർ സബ്ജക്ട്സിലുള്ള ടൈം അലോക്കേറ്റ് ചെയ്യുന്നതൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം വരും. അപ്പോൾ ഇനിയും പഠിച്ച് തുടങ്ങാത്തവർക്കും ഇതൊരു വലിയൊരു അവസരമാണ്. ഇപ്പോൾ സിലബസ് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് 12 മാർക്കിനാണ് വന്നിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് സർക്യൂട്ട്സ് 20 മാർക്സ്. മൊഡ്യൂൾ 3 ലീനിയർ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് 20 മാർക്സ്. ഡീറ്റെയിൽ ഇലക്ട്രോണിക്സ് 20 മാർക്സ്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 18 മാർക്സ്. പിന്നെ പവർ ഇലക്ട്രോണിക്സിൽ നിന്നും 10 മാർക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇനിയുള്ള സമയം കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ, നമ്മൾ ടൈംലി സിലബസിലെ സബ്ജക്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസും മോഡൽ എക്സാംസും ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പുതിയ PSCയുടെ പാറ്റേണിനെ ബേസ് ചെയ്തിട്ടുള്ള അങ്ങനെ നിങ്ങളുടെ സ്പീഡും ആക്യുറസിയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു PWD ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് തസ്തികയുടെ കൺഫർമേഷൻ വന്നത്. അതിലെ കുറേ ടോപ്പിക്സ് ഈ എക്സാമിലെ സിലബസുമായിട്ട് മാച്ചിങ് ആണ്. അത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, അനലോഗ് സർക്യൂട്ട്സ് ആൻഡ് മൈക്രോ പ്രോസസർ, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഡീറ്റെയിൽ ഇലക്ട്രോണിക്സ് ആണ്. ഇപ്പോൾ രണ്ടും നല്ല പോസ്റ്റാണ്, സാലറി സ്കെയിലും ഉണ്ട്, ജോബ് പ്രൊഫൈലും ഉണ്ട്. ഇവിടെ ഇലക്ട്രോണിക് സ്ട്രീമുകളിൽ ഡിഗ്രി പൂർത്തിയാക്കിയവർക്ക് നല്ലൊരു അവസരമാണ്. കാരണം ഒറ്റ സ്ട്രെച്ചിൽ 2 എക്സാമുകൾ നിങ്ങൾക്ക് തയ്യാറെടുക്കാം. ഇനി ഒരു എക്സാം കൂടെ നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്, എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്. അപ്പോൾ ഈ എക്സാമുകൾ കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ആ എക്സാം എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സിലബസും എന്തായാലും ഇതേ സിലബസ് കുറേയൊക്കെ മാച്ചിങ് ആയിരിക്കും. കാരണം അത് ക്വാളിഫിക്കേഷൻ വരുന്ന ഡിപ്ലോമയാണ്. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസിൻ്റെ ഡെപ്ത് ഒക്കെ എന്തായാലും താരതമ്യേന കുറവായിരിക്കും. ഇപ്പോൾ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ വെബിനാർ ഒരുക്കുകയാണ്. നമ്മുടെ ഫാക്കൽറ്റി എക്സ്പേർട്ട് ആയിട്ടുള്ള സോണി മിസ്സാണ് ആ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി പഠിച്ചു തുടങ്ങാത്തവർക്ക് അല്ലെങ്കിൽ ഈ ഒരു സിലബസ് വെച്ചിട്ട് ഇനിയുള്ള ടൈം നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം, എത്ര സമയം നിങ്ങൾ സിലബസ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം, എത്ര സെറ്റ്സ് മോഡൽ എക്സാംസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്, എപ്പോൾ നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം, സിലബസിലെ ഏരിയാസ് PSCയുടെ പാറ്റേൺ സ്ഥിരമായിട്ടൊരു ഏരിയാസിൽ നിന്ന് കുറേ ഫിക്സഡ് ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ആ ഏരിയാസ് എന്തൊക്കെയാണ്, സിലബസിലെ ടോപ്പിക്സ് ഒക്കെ എത്രത്തോളം നിങ്ങൾ ഡെപ്തിൽ പോകേണ്ടതായിട്ടുണ്ട്. ചില ഏരിയാസൊക്കെ നിങ്ങൾ എന്താണ് ഒരു സർഫസ് നോളജ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അവിടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. അപ്പോഴത് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഈ വെബിനാറിൽ ലഭിക്കും. ഇപ്പോൾ വെബിനാർ ഫ്രീ ആണ്. കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ഓർമ്മിച്ചോട്ടെ, ഏണസ്റ്റ് അക്കാഡമി എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ PSCയുടെ പുതിയ പാറ്റേണെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫാക്കൽറ്റി എക്സ്പേർട്സ് വിത്ത് എക്സ്പ്ലനേഷൻ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഒപ്പം 15 മോഡൽ എക്സാംസ് നമ്മൾ ഇതിനു വേണ്ടി ഈ ഒരു ടെസ്റ്റ് സീരീസിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു ഫോക്കസ് ബാച്ച്, പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു ചുരുങ്ങിയ സമയത്തിൽ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും വർക്കൗട്ട് സെഷൻസും 15 മോഡൽ എക്സാംസ് ആണ് നമ്മൾ ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു നല്ലൊരു അവസരമാണിത്. കാരണം 3 എക്സാംസുകൾ നിങ്ങൾക്ക് താമസിക്കാതെ തന്നെ ഒരേ ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. പോളിടെക്നിക് ലെക്ചറും PWDയിലും കുറേ ടോപ്പിക്സ് സിമിലർ ആണ്. ഈ 2 എക്സാംസ് കഴിയുമ്പോഴായിരിക്കും എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് എക്സാം വരുന്നത്. ഇപ്പോൾ ഏണസ്റ്റ് അക്കാഡമി എന്തായാലും നിങ്ങൾക്കൊരു നല്ല റൈറ്റ് പ്ലേസ് ആയിരിക്കും. ചുരുങ്ങിയ സമയത്തിൽ കൃത്യമായിട്ടൊരു ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 5-5.5 കൊല്ലമായിട്ട് ടെക്നിക്കൽ സ്ട്രീമുകളിൽ ആണ് നമ്മുടെ കോച്ചിങ് നടത്തി വരുന്നത്. അതിൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ സ്ട്രീമുകളിൽ ITA മുതൽ MTech ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ എക്സാംസിൻ്റെ കോച്ചിങ് നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിസ്റ്റ് റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് വലിയൊരു വിജയം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സക്സസ് സ്റ്റോറീസ് എല്ലാം നമ്മുടെ യൂട്യൂബ് സ്പേസിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഊഴമാണ് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലും ഗൈഡൻസിലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഡ്രീം ജോബ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അഡ്മിഷൻസിനും വെബിനാറും ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.